ഹലോ. സ്കൂള് തുറക്കാറായല്ലേ? സാധാരണയായിട്ട് സ്കൂള് തുറക്കാറാകുമ്പോഴത്തേനും പ്രീ സ്കൂൾ കുട്ടികളുടെ പാരന്റ്സിന് ചെറിയൊരു ടെൻഷനൊക്കെ കാണും. വേറെ ഒന്നുമല്ല, കുട്ടികൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ മിടുക്കന്മാരായിട്ട് അവിടെ ഇരിക്കോ, കരയോ, വാശി പിടിക്കോ, ഭക്ഷണം കഴിക്കോ, എന്നിങ്ങനെയുള്ള പല ടെൻഷൻസ് നമ്മൾ പാരന്റ്സിന് കാണും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറുമ്പന്മാരെയും കുറുമ്പികളെയൊക്കെ എങ്ങനെ അത്യാവശ്യ മര്യാദ രാമന്മാരായിട്ട് സ്കൂളിലേക്ക് അയക്കാം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. ഒന്നാമതായി പ്രിപ്പയർ ഫോർ ദി സ്കൂൾ, അതായത് സ്കൂളിന്റെ രീതിക്ക് അനുസരിച്ച് കുട്ടികളുടെ ഡെയിലി റുട്ടീനിൽ ചേഞ്ചസ് വരുത്തുക. തനിയെ കഴിക്കാൻ ശീലിപ്പിക്കുക, നേരത്തെ എഴുന്നേൽപ്പിക്കുക. പെട്ടെന്ന് ഇത്തരം ശീലങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ കുട്ടി ഒരു ഡിസ്കംഫോർട്ടിലേക്ക് പോകും. കുറച്ച് ദിവസം മുന്നേ എങ്കിലും അതൊന്ന് ശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായി ഭൂരിഭാഗം എല്ലാ പാരന്റ്സും ആവർത്തിക്കുന്ന ഒരു തെറ്റാണ് കേട്ടോ ഞാൻ പറയുന്നത്. കുഞ്ഞു വീട്ടിൽ ചെറിയ കുസൃതിയൊക്കെ കാണിക്കുമ്പോൾ എന്താ ആദ്യം പറയാ? ടീച്ചറോട് പറഞ്ഞു കൊടുക്കും, നിനക്ക് നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചറിന്റെ അടി കിട്ടും. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഇങ്ങനെ പറയുമ്പോൾ കുഞ്ഞിന് ഫീൽ ചെയ്യുന്നത് താൻ എന്ത് ചെയ്താലും തനിക്ക് ശിക്ഷ കിട്ടുന്ന ഒരു സ്ഥലമാണ് സ്കൂള്. ടീച്ചർ എന്ന് പറയുന്ന ഒരാള് ഒരു പേടിപ്പിക്കുന്ന ഒരു പോലീസുകാരന്റെ ഒക്കെ പോലെ ആയിരിക്കും കുഞ്ഞിന് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അവൻ അത്ര കംഫോർട്ടായിട്ട് സ്കൂളിൽ നിൽക്കാൻ പറ്റില്ല. എന്തെങ്കിലും കുസൃതി തലേ ദിവസം കാണിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം സ്കൂളിൽ പോകാനായിട്ട് മടിയായിരിക്കും അല്ലേ? കുഞ്ഞിന് അവിടെ ചെല്ലുമ്പോൾ വഴക്ക് കിട്ടുമോ, അടി കിട്ടുമോ എന്നിങ്ങനെയുള്ള പേടി അവന്റെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ പറയാതിരിക്കുക. മൂന്നാമതായി, കുട്ടി ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് പല പാരന്റ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. നല്ല കുട്ടിയായിട്ട് മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരുമ്പോൾ അമ്മ ഇത് മേടിച്ചു വെച്ചേക്കാം, അല്ലെങ്കിൽ കുഞ്ഞിന് ഇഷ്ടമുള്ളത് മേടിച്ചു തരാം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഒരു റിവാർഡ് പ്രതീക്ഷിച്ചാവരുത് അവൻ സ്കൂളിലേക്ക് പോകേണ്ടത്. ഇഷ്ടത്തോടു കൂടി പോകണം. പിന്നീട് എപ്പോഴെങ്കിലും അവൻ പറയുന്ന സംഗതി അല്ലെങ്കിൽ അമ്മ ഓഫർ ചെയ്തിട്ടുള്ള സംഗതി അവന് കിട്ടാതെ വരുമ്പോൾ അവൻ വളരെ ഡിസപ്പോയിന്റ്മെന്റ്സിലേക്ക് പോകും. അതൊരു നല്ല ടെൻഡൻസി അല്ല. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കായി ചാനൽ ഫോളോ ചെയ്യും.